നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. യേശു സമരിയാക്കാരിയോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു രാജ്യം എങ്ങനെ നശിക്കുന്നു, അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ റൂട്ട് കോസിൽ കർത്താവ് തുടങ്ങുകയാണ്. സമരിയാക്കാരിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ വായിൽ നിന്ന് തന്നെ വന്നു, ഞങ്ങളുടെ പിതാവായ യാക്കോബാണ് ഈ വെള്ളം ഞങ്ങൾക്ക് തന്നത്. നീ അവനേക്കാൾ വലിയവനാണോ? അപ്പോൾ യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. അവൾ ഇതുവരെ കേൾക്കാത്തൊരു വാക്ക് കർത്താവ് പറഞ്ഞു, ജീവനുള്ള വെള്ളം. അതൊരു വെള്ളത്തെക്കുറിച്ചോ ദാഹം മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ആണോ? യേശു തന്നെ ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം ഉപദേശത്തെക്കുറിച്ചാണ്. ഉപദേശമാണ് ഒരു മനുഷ്യനെ പാപിയാക്കുന്നത്. തെറ്റായ ഉപദേശം കേൾക്കുന്നവൻ തെറ്റായ രീതിയിൽ പോകും. അതുകൊണ്ട് ഓരോ സംസ്കാരത്തിൽ വളരുന്നവർ അതേ രീതിയിൽ പോകുന്നത്. ഇവിടെ യേശു കർത്താവ് താൻ ക്രിസ്തുവാണ് എന്ന് നമ്മുടെ ഭാഷയിൽ കുഴഞ്ഞു പോയൊരു സ്ത്രീയോട് പറയുകയാണ്, വെളിപ്പെടുത്തുകയാണ്. മറ്റാർക്കും വെളിപ്പെടുത്താത്ത സത്യം എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നു? കാരണം അവളുടെ പേഴ്സണലായ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടു, കർത്താവ് ഇടപെട്ടു. അപ്പോൾ കർത്താവിൻ്റെ ഒരു മാന്യതയാണ്. കണ്ടോ, ഒരാളെ കണ്ട് ഞാൻ പ്രവാചകനാണ് അതുകൊണ്ട് എല്ലാം അങ്ങ് പറയാം, അങ്ങനെയൊന്നുമല്ല. ഞാൻ നിന്റെ രഹസ്യങ്ങളെല്ലാം നിന്നോട് വെളിപ്പെടുത്തി. എൻ്റെ മാന്യതയാണ്, ഞാൻ ഇന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഒരാളോട് പുകവലിക്കരുതെന്നോ മദ്യപിക്കരുതെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ പകരം എന്തെങ്കിലും കൊടുക്കാതെ പറയരുത്. അയാൾ ഭ്രാന്തനായി പോകും. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ വരും. അയാൾ വലിയ കുഴപ്പക്കാരനാണ്. പക്ഷെ യേശു അങ്ങനെയല്ല. യേശു നിങ്ങളോട് കുടി നിർത്തണമെന്ന് പറഞ്ഞാൽ അവൻ കുടിക്കാൻ വേർന്ന് തരും. യേശു നിങ്ങളോട് തെറ്റായ വഴിക്ക് പോരുതെന്ന് പറഞ്ഞാൽ അവനൊരു നല്ല വഴി കാണിച്ചു തരും. അപ്പോൾ യാക്കോബിന്റെ ഉറവിലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, ഒരു സമൂഹം. യാക്കോബിന്റെ ഉറവെന്ന് പറഞ്ഞാൽ അറിയാലോ, ഇദ്ദേഹം 7 വർഷക്കാലം ഒരു പെണ്ണിന് വേണ്ടി സേവ ചെയ്തു എന്ന് പ്രവാചക പുസ്തകത്തിലുണ്ട്. ഇസ്രായേൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി 7 വർഷം സേവ ചെയ്തു. ആ 7 വർഷങ്ങൾ അവന് 7 ദിവസം പോലെ തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞത് പ്രേമത്തിൻ്റെ അടിമയായിപ്പോയി. അവന് വീട്ടുകാരെ കുറിച്ച് ചിന്തയില്ല, ഹോം സിക്നെസ് ഇല്ല, പൈസ ഉണ്ടാക്കണമെന്നുള്ള വിചാരമില്ല, ഒരു വിചാരമില്ല. 7 വർഷം 7 ദിവസം പോലെ. അടുത്ത 7 വർഷം ഫാമിലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. ആ 7 വർഷവും കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ളൊരു 6 വർഷം സമ്പത്ത്. അപ്പോഴാണ് വിചാരം വന്നത്, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും കരുതണ്ടേ. അപ്പോൾ ഏതായാലും കൊള്ളാം, 6 വർഷം സമ്പത്ത് ഉണ്ടാക്കണമെന്നുള്ള ചിന്ത വന്നു. ഇപ്പോൾ 4 വർഷം പോയി, ഇനിയെങ്കിലും എന്തെങ്കിലും അക്കൗണ്ടിൽ വേണ്ടേ, പിള്ളേർ ഇത്രയുമായി. അങ്ങനെ നല്ല വിചാരം ഉണ്ടായി. ദൈവം അവനെ സഹായിച്ചു, അവൻ മഹാസമ്പന്നനായി. ഇപ്പോഴത്തെ കൾച്ചർ നോക്കി, ഇത്ര 1000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ്റെ കൾച്ചർ നോക്കി, ലവ്, സെക്സ് അല്ലെങ്കിൽ ഫാമിലി, മണി, ഈ 3 കാര്യങ്ങളിലാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവരുടെ വർഷങ്ങളെ അപഹരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ ദാഹിക്കും. അത് ബുദ്ധി കൊണ്ടൊന്നും കണക്കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അനുഭവിച്ചറിയേണ്ടതാണ്. ഞാൻ തരുന്ന വെള്ളമുണ്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശം അത് സ്നാപകയോഹന്നാന് തരാൻ പറ്റുകയില്ല, പഴയ നിയമ പ്രവാചകന്മാർക്ക് തരാൻ കഴിയുകയില്ല, മതത്തിന് തരാൻ കഴിയുകയില്ല, സയൻസിന് തരാൻ കഴിയുകയില്ല. അതൊറ്റവാക്കി പറഞ്ഞാൽ സ്നേഹത്തിൽ സത്യം. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് വളരുക. അല്ലെങ്കിലോ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഉഴഞ്ഞ് ശിശുക്കളായി പോകും. ഇവിടെ സമരിയാക്കാരുടെ പ്രശ്നം അതായിരുന്നല്ലോ. ഇന്നത്തെ മതത്തിൻ്റെ പ്രശ്നം അതാണല്ലോ. ഓരോരുത്തരും ഓരോ ഉപദേശങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുക, എങ്ങും എത്തിക്കുന്നില്ല. ശിശുക്കളായി തന്നെ ഇരിക്കുക. മുതിർന്നിട്ട് വേണ്ടേ ജീവിതത്തിലേക്ക് കടക്കാൻ. എന്നാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്ന ഒരേർപ്പാടുണ്ട്, അത് ക്രിസ്തുവാണ്. സ്നേഹമുള്ള ഒത്തിരി പേരുണ്ടെന്ന്, പക്ഷെ സത്യമില്ലാത്ത സ്നേഹം കൊണ്ട് എന്ത് ഫലം? സത്യം പറയുന്നവരുമുണ്ട്. അല്ല, അവസാനത്തെ പുള്ളിയായിരുന്നു സ്നാപക യോഹന്നാൻ. രാജാവിലേക്ക് പോയി സത്യം പറഞ്ഞു, പക്ഷെ തലയില്ലാതായിപ്പോയി. പുള്ളിയുടെ വിളി അതായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് പുള്ളിക്കത് അറിയാമായിരുന്നു. അതുകൊണ്ട് പുള്ളി പറഞ്ഞത്, എൻ്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് ചുമക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ കർണത്തടിച്ചവനെയും തുപ്പിയവനെയും ശിക്ഷയ്ക്ക് വിധിച്ചവനെയും തള്ളിപ്പറഞ്ഞവനെയും പരിഹസിച്ചവനെയും ചേർത്ത് ഒരു പ്രാർത്ഥന. കർത്താവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹത്തിൽ സത്യം. സ്നേഹത്തിൽ സത്യമുള്ള ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്.
അത് നമുക്ക് തരികയാണ്. എങ്ങനെയാണ് തരുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പുസ്തകങ്ങളിൽ തിരയുന്നു, തിരുവെഴുത്തിൽ അന്വേഷിക്കുന്നു, തിരുവെഴുത്തിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ആ മനസ്സില്ല എന്നുള്ളതാണ് കാര്യം. ആ മനസ്സുണ്ടാകുന്നത് കേൾവിയാലാണ്. ക്രിസ്തുവിൻ്റെ വചന കേൾവിയാൽ വിശ്വാസം എന്നൊരു അത്ഭുതം നമ്മളുള്ളിൽ നടക്കുകയും ആ അത്ഭുതത്താൽ എഴുതപ്പെട്ട വചനത്തിനപ്പുറത്ത് ഒരരുളപ്പാടിനെ വിശ്വസിച്ച് മനുഷ്യൻ അത്ഭുതകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അവൻ്റെ ജീവിതം അത്ഭുതകരമായി മാറുന്നു. വെള്ളം വീഞ്ഞായി മാറിയ പോലെ അത്ഭുതം അറിയില്ല. അതുപോലൊരു മനുഷ്യൻ മാറും ക്രിസ്തുവിൽ. സമരക്കാരി മാറി, ഒരു ദേശത്തിൻ്റെ കൾച്ചർ മാറി. ഇന്നും അനേകരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. 2000 വർഷമായിട്ടും വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ കുറയുന്ന ഏർപ്പാടില്ല. നമുക്ക് നമ്മുടെ ചെവി അവന് കൊടുക്കാം, അരുളപ്പാട് കേൾക്കാം. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ആ വാക്ക് വേറെ 1,00,000 ലെറ്ററുകളെ തോൽപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു, കുലഹീനന്മാരെ തിരഞ്ഞെടുത്തു, ബലഹീനന്മാരെ തിരഞ്ഞെടുത്തു. ലോകത്തിൻ്റെ റിക്രൂട്ട്മെന്റ് രീതി എന്താണ്? ബലമുള്ളവരെ, ജ്ഞാനികളെ, കുലീനരെയൊക്കെയാണ് അവർ നോക്കുന്നത്. ഇവിടെ ദൈവത്തിലേക്കിലേക്ക് വന്നാൽ തിരിച്ചാ. എന്താ കാര്യം? കാരണം ഈ ഫുഡിന് മായമില്ലാത്ത ഫുഡ് ആൾക്കാർ അന്വേഷിക്കുന്നത് പോലെ മായമില്ലാത്തൊരു ദൈവത്തെ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ കിട്ടണം. കാരണം അവർക്ക് സ്വന്തം മുഖത്ത് അന്വേഷിക്കാനൊന്നുമില്ല. സമരിയക്കാരിക്ക് ഒന്നുമില്ല. ചെന്നിട്ട് പറയാൻ, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ് ഒരാളെ കണ്ടു, അവൻ ക്രിസ്തുവാണ്, നിങ്ങളും വന്ന് കാണും. കണ്ട ഒട്ടും മായമില്ലാത്ത സുവിശേഷം. സ്വന്തം മഹത്വം അന്വേഷിക്കാതെ കർത്താവിൻ്റെ മഹത്വം കൊടുക്കുന്ന കർത്താവ് ആരാണെന്ന് അറിയണമെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ കുലഹീനനാകണം, ബലഹീനനാകണം, ഭോഷനാകണം. എന്നാൽ അവനെ കർത്താവ് തൻ്റെ മഹത്വമാക്കും. നീയോ യേശുവേ, യഹോവേ, ഞങ്ങൾക്ക് ചുറ്റും പരിചയം, ഞങ്ങളുടെ മഹത്വവും ഞങ്ങളുടെ തല ഉയർത്തുന്നവനുമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ, വർദ്ധിപ്പിക്കട്ടെ, മാനിക്കട്ടെ. ആമേൻ.